ജീവിക്കാൻ. കുടിക്കാതിരുന്നാൽ മാത്രം പോരാ, സന്തോഷത്തോടെ ജീവിക്കുകയും കൂടെ വേണം. അപ്പൊ അതിനുള്ള അവസരവും നിങ്ങൾക്ക് അനുഗ്രഹമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. അപ്പൊ നേരം നമുക്ക് നമ്മുടെ മീറ്റിംഗ് പാരമ്പര്യങ്ങളായതുകൊണ്ട് തന്നെ അത് ഒരുപാട് വിശദീകരിച്ചൊന്നും നമുക്ക് ഒരുപാട് സമയം ഇല്ലേലും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. ഏതായാലും നമ്മൾ കുറെ ആയിട്ട് 4 കഴിഞ്ഞു, 4 പാരമ്പര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ അതിൻ്റെ ഒരു ആത്മീയത എന്നുള്ള ആ ഒരു വിഷയം. അപ്പൊ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അറിയാലോ, ഇതൊക്കെ ഒരു ഇന്നത് എന്നൊരു നിർബന്ധമായിട്ടൊരു കാര്യം അത് അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല ആരെയും. പക്ഷെ എന്നാലും പാരമ്പര്യങ്ങൾക്കും അതുപോലെ കൺസെപ്റ്റുകൾക്കും ഒക്കെ ഉണ്ട് ഒരു ആത്മീയമായ ഒരു വശമുണ്ട്. ഒരു തത്വമുണ്ട്, ഒരു ആത്മീയ തത്വം കൂടി ഉണ്ട്. ആ ഓരോ പാരമ്പര്യത്തിന്റെ അടിയിൽ നിൽക്കുന്ന ഓരോ പടികളുടെയും അടിയിലുണ്ട് അതേപോലെ തന്നെ ഓരോ സങ്കല്പത്തിന്റെയും ഒപ്പം തന്നെയും അതുമുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് എല്ലാം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മൊത്തം പ്രോഗ്രാമിനെയും ആത്മീയത കൊണ്ട് തന്നെയാണ് നെയ്തുണ്ടാക്കിയിരിക്കുന്നത്. ആത്മീയത എന്ന് പറയുമ്പോൾ മതപരമായ ആചാരമല്ല എന്ന് എല്ലാ പ്രാവശ്യവും പറയുന്നുണ്ട്. ഇപ്രാവശ്യവും അതൊന്നുകൂടി ഓർപ്പിക്കുന്നു. ഒരിക്കലും മതപരമായ ഒരു ആചാരമായിട്ടല്ല ഇതിനെ കണക്കാക്കരുത്, മറിച്ച് നമുക്ക് മറ്റുള്ളവർക്കും ഒക്കെ ഉപകാരപ്രദമായ രീതിയിലൊന്ന് ജീവിക്കുക എന്നുള്ളതാണ്. സന്തോഷത്തോടെ ജീവിക്കുക എന്നത്, നമ്മളെ ചുറ്റുമുള്ളവരോടൊപ്പം ചേർന്ന് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സമയം കളയാതെ തന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് തന്നെ കടക്കാം. നമ്മുടെ 5ാമത്തെ പാരമ്പര്യമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ പ്രൈമറി പർപ്പസ്, മദ്യപാനം മൂലം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഏടെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നതായിരിക്കണം ഓരോ ഗ്രൂപ്പിന്റെയും പ്രാഥമിക ഉദ്ദേശം എന്നാണല്ലോ പറയുന്നത് 5ാമത്തെ പാരമ്പര്യം. തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം മനസ്സിലാക്കി ഒക്കെ ഇരിക്കേണ്ട കാര്യമുണ്ട്. പ്രാഥമിക ഉദ്ദേശം എന്നാവട്ടെ പറഞ്ഞല്ലേ, പാരമ്പര്യങ്ങളെ കുറിച്ചും കൂടെ ചെറുതായിട്ടൊന്നുണ്ട്. എന്നുവെച്ചാൽ ഗ്രൂപ്പിന് വേറെ ഒരു ഉദ്ദേശം ഇല്ല എന്നുള്ള അർത്ഥമൊന്നുമില്ല. പ്രാഥമികമാണ്, പ്രധാനവുമാണ്. മറ്റുമില്ലേ, നമ്മൾ വല്ലാണ്ട് ചെയ്യുന്നില്ലേ, ഗ്രൂപ്പുകൾ എന്തെല്ലാം മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവസാനം എത്തിപ്പെടുന്നത് മദ്യാസക്തി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളിലേക്ക് എത്തിപ്പെടണം എന്നുള്ളതുണ്ട്. അത് മദ്യപാനികളോട് നേരിട്ട് സംസാരിക്കുന്നതുകൊണ്ട്, മദ്യപാനികളോട് സംസാരിക്കാൻ കഴിയുന്നവരോട് സംസാരിക്കുന്നതുകൊണ്ട്. അതാണ് PI എന്ന് പറയുന്നത്. അല്ലാണ്ടില്ലേ നമ്മള് പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യുന്നുണ്ട്, പുസ്തകങ്ങൾ വിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ, ഹോസ്പിറ്റലുകളും സ്ഥാപനങ്ങളും അത്തരമുള്ള വ്യവസായ സ്ഥാപനങ്ങളും അങ്ങനെയുള്ള ആൾക്കാരും അതിന്റെ അധികാരികളോട് അല്ലെങ്കിൽ പൊതുജനങ്ങളോട് അല്ലെങ്കിൽ അവരോടൊക്കെ സംസാരിക്കുന്നു. അതുപോലെ തന്നെ റേഡിയോ പ്രഭാഷണം നടത്തുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഉദ്ദേശം നേരിട്ടൊരു സന്ദേശം എത്തിക്കുന്നില്ലെങ്കിലും മറിച്ച് അല്ലാതെയും അവർക്ക് സന്ദേശം എത്തിക്കാൻ കഴിയുന്നവരെ സഹായിക്കുന്ന ഒരു പരിപാടിയും കൂടെ. എന്തായാലും ഇത് അവസാനം എത്തിപ്പെടുന്നത് മദ്യാസക്തി മൂലം കഷ്ടപ്പെടുന്ന ഒരാളിലേക്ക് തന്നെയാണ്. അതിനുള്ള വിവിധ മാർഗങ്ങളുണ്ട്. നമ്മളുടെ PI വർക്കുകളുടെ അകത്തും അത് പ്രത്യേകമായിട്ട് അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതേ പാരമ്പര്യം തന്നെയാണ് 10ാമത്തെ പാരമ്പര്യം പറഞ്ഞത്. എക്ക് മറ്റു വിഷയങ്ങളിൽ യാതൊരു അഭിപ്രായവുമില്ല, അതുകൊണ്ട് എയുടെ പേര് ചർച്ചാ വിഷയങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രാഥമികമായ ഈ ഒരൊറ്റ ഉദ്ദേശത്തിൽ തന്നെ, ആ ഉദ്ദേശത്തെ നിറവേറ്റുന്നതാണ് മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോവരുത് എന്ന് വീണ്ടും നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് 10ാമത്തെ പാരമ്പര്യത്തിൽ. അപ്പൊ ഏതായാലും ഈ ഒരു പാരമ്പര്യം നമ്മൾ പാലിക്കുമ്പോൾ ഇതേപോലെ അതിന്റെ എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ മുൻകരുതലെടുക്കണം എന്നുള്ളതും കൂടിയുണ്ട്. നമ്മുടെ ഒരു ലക്ഷ്യമുണ്ട്, പർപ്പസ് എന്നുള്ളതാണ് ഇതിനകത്തെ ആത്മീയ തത്വമായിട്ട് പറയുന്നത്. പർപ്പസ് എന്നുള്ളത് എങ്ങനെ വേണേ, ഉദ്ദേശം, ലക്ഷ്യമെന്നോ അല്ലെങ്കിൽ ഫലമെന്നോ പ്രയോജനമെന്നോ എങ്ങനെ വേണമെങ്കിൽ, ഇതുകൊണ്ട് കിട്ടുന്ന ഗുണം, ഈ ഒരു കാര്യം നമ്മൾ നടപ്പിലാക്കുമ്പോൾ കിട്ടാൻ ഉദ്ദേശിക്കുന്ന ഗുണം, അതിൻ്റെ ഒരു ഫലം എന്താണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ പർപ്പസ് ആണ് അതിന് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ ഈ ഓരോ ഗ്രൂപ്പ് കൊണ്ടും ഉദ്ദേശിക്കുന്ന അതിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത്, അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഒരു കാര്യം ഏറ്റവും പ്രാഥമികമായിട്ട് തന്നെ ഉള്ളത് ഇതുണ്ട്. മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ എല്ലാ പുസ്തകങ്ങളുടെ എല്ലാത്തിൻ്റെ എല്ലാം, പക്ഷെ പാംലെറ്റുകളുടെ എല്ലാം പുറകിൽ അടിച്ചിട്ടുണ്ട് ഞാൻ ഉത്തരവാദിയായിരിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്ത പ്രസ്താവന 1965 എക്ക് 30 വയസ്സായപ്പോൾ അന്നത്തെ ടൊറാൻഡോ കൺവെൻഷനിൽ എടുത്ത പ്രമേയമാണ്. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും സഹായത്തിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എയുടെ സഹായ ഹസ്തങ്ങൾ അവിടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണമെന്ന്, അത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അപ്പൊ അതിലേക്ക് നമ്മളെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരെയും മദ്യമുക്തിയിലേക്ക് നയിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനം നമ്മൾ അതിന് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും അത് ആയോ ഇല്ലയോ എന്നുള്ളത്
വലിയ കാര്യമല്ല. നമുക്ക് കഴിയാമത്തോളം ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയുന്നു ലക്ഷ്യത്തിലെത്തുന്നവര് അത് സാധൂകരിക്കട്ടെ, അവർക്കതിനെ കൊണ്ട് അത് അവരുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാകട്ടെ. പക്ഷെ ഇവിടെയൊക്കെ ചെറിയൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു. പലപ്പോഴും ഈ ലക്ഷ്യം തെറ്റിയും ഗ്രൂപ്പുകൾ അല്ല, ഗ്രൂപ്പുകളിലുള്ള വ്യക്തികൾ പ്രവർത്തിക്കാറുണ്ട്. അതിനും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാ പറഞ്ഞ 10ാമത്തെ പാരമ്പര്യത്തില് എക്ക് മറ്റു വിഷയങ്ങളിൽ യാതൊരു അഭിപ്രായവുമില്ല എന്ന്. മറ്റു വിഷയങ്ങളിലേക്ക് എനെ വലിച്ചിഴയ്ക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിലേക്ക്, പൊതുവായിട്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല, അല്ലാത്ത കാര്യങ്ങളും. വ്യക്തികൾ പലപ്പോഴും ഈ 12ാം പടി പരിപാടി നടത്തുമ്പോൾ അല്ലെങ്കിൽ മദ്യാസക്തരെ സഹായിക്കാൻ വേണ്ടി സന്ദേശം കൊടുക്കുമ്പോൾ, അതിനകത്തല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ പങ്കെടുക്കുമ്പോഴും അവരുടേതായ ചില ലക്ഷ്യങ്ങൾ നിറവേറ്റാനുള്ള സാധ്യതകളും പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെതിരെയും നമ്മൾ നിൽക്കണം. ആൽക്കഹോളിക്സ് അനോണിമസ് ഇത്രയും കാലം ഇങ്ങനെ തന്നെ നിലനിന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, നമ്മൾ എത്രമാത്രം ജാഗ്രതയോടുകൂടി ഈ ഒരു വിഷയത്തെ കണ്ടിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. പലപ്പോഴും അപജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ജാഗ്രതയോടുകൂടി കൂട്ടായ്മയുടെ മനസാക്ഷി ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിർബന്ധമായിട്ടും നമ്മളതിനെ അതിജീവിക്കുക തന്നെ വേണം. പലപ്പോഴും ഒരുപാട് തന്നെ വ്യക്തികളെ കാണുമ്പോൾ പുതിയതായിട്ട് ഗ്രൂപ്പുകളിൽ വരുന്ന ആൾക്കാരുടെ അവരുടെ ജോലിയും അവരുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ മറ്റ് കാര്യങ്ങൾ, അവരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയമോ സാമുദായികമോ ആയിട്ടുള്ള അവരുടെ സ്ഥാനങ്ങളും ഒക്കെ അതിനെയൊക്കെ ചൂഷണം ചെയ്യാനും അല്ലെങ്കിൽ പുതുമക്കാരൻ അറിയത്തില്ലാത്ത അവനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള പ്രവണതകൾ ഇഷ്ടംപോലെ അത് സംഭവിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അധികം താമസിയാതെ അതിൽ നിന്ന് മോചനം പ്രാപിച്ച് പുറത്തു വരുന്നതും കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ എന്നുള്ള ബോധ്യം ഇതിനെ നയിക്കുന്നവരെല്ലാവരും മുറുകെ പിടിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് അതിനകത്ത് നിന്ന് പുറത്ത് കടക്കാനും സാധിക്കുന്നത്. അപ്പം പലപ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാറുണ്ട്. എന്തായാലും ആൽക്കഹോളിക്സ് അനോണിമസ് ഇങ്ങനത്തെ ഒരു പാരമ്പര്യങ്ങളൊക്കെ രൂപീകരിച്ചത് കൊണ്ട് വളരെ അതിശയത്തോടു കൂടി തന്നെ നമുക്ക് അതിനെ നോക്കിക്കാണാൻ കഴിയുള്ളൂ. ഈ പാരമ്പര്യങ്ങൾ ഇങ്ങനെയൊക്കെ രൂപീകരിച്ചെടുക്കാൻ കഴിഞ്ഞത് ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെയും ഭരണഘടനയിൽ ഇല്ലാത്ത രീതിയിലുള്ള ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും. ഇതിലേറെ മനോഹരമായിരിക്കുന്നു സത്യത്തിൽ എയുടെ ആശയങ്ങൾ, സങ്കല്പങ്ങൾ കിടക്കുന്നത്. ഇത്രയും ജനാധിപത്യ രീതിയിൽ യാതൊരു അഴിമതിയും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത തരത്തിൽ അതിനെ മെനഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര ചെറുതല്ലാത്തൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ഏതായാലും ഇത്തരം തകരാറുകളും ഒരുപക്ഷെ നമ്മളുടെ ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ചില പുഴുക്കുത്തുകളും ഒക്കെ ഇതിനിടെ കൂടെയും വരാറുണ്ട്. അതിപ്പോ ഏത് സമൂഹത്തിലും സംഭവിക്കുന്ന സ്വാഭാവികമായ തകരാറായിട്ട് തന്നെ നമ്മൾ അതിനെ കാണുക. എന്തായാലും അത്തരം പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കുന്നുമുണ്ട്. കാരണം നമ്മൾ കൂട്ടായിട്ട് തന്നെ, ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനം എടുക്കുന്നത്, ഒരു കൂട്ടമായിട്ട് തീരുമാനമെടുത്ത് ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് മറികടന്ന് പോകാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്താണ് നമ്മുടെ ഈ ലക്ഷ്യത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. നമുക്ക് അതിന്റെ ആത്മീയ വശം എന്താണ് ലക്ഷ്യം എന്നുള്ളതിന് വരുന്നത് എന്നെ ഒരു സിംഗിൾനെസ് ഓഫ് പർപ്പസ് പറയുന്നുണ്ട്. അതാണ് നമുക്ക് ഈ ഒരൊറ്റ പക്ഷെ ഒറ്റ ലക്ഷ്യം അല്ല എന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ പ്രവർത്തനത്തിന് ഒറ്റ ഉദ്ദേശം മാത്രമല്ല ഉള്ളത്, മറ്റു പലതാണ്. അതായത് നേരിട്ട് സന്ദേശം കൊടുക്കുന്നത് മാത്രമല്ല, പലപ്പോഴും അങ്ങനെ തെറ്റിദ്ധരിക്കണം, നേരിട്ടൊരു സന്ദേശം കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലെ ഒരേ ഒരു ഉദ്ദേശം എന്നുള്ളതില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ലക്ഷ്യത്തിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിലെ കാര്യത്തിലേക്ക് നോക്കിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു എന്താ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം അല്ലെ ഉദ്ദേശം എന്ന് പറയുന്നത്, എങ്ങനെയും തിന്നു കുടിച്ച് ഇരുണ്ട് വെളുത്ത് പോകുക എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ ജീവിക്കുന്നതിന് നമുക്കൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, അതിനൊരു ഉദ്ദേശം വേണ്ടേ, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വേണ്ടേ? തീർച്ചയായിട്ടും അതില്ലാതെ ജീവിക്കുന്നവർക്ക് ഒരിക്കലും പോലും അത് ശരിയായ രീതിയിൽ അതിനെ ഒരു ആസ്വാദികരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നത്. നമുക്കൊരു നല്ല ലക്ഷ്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യാമെന്നുള്ള ഒരു പറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒരു തത്വമൊന്നുമില്ല. പലരും അത് അങ്ങനെ രീതിയിൽ പറയാറുണ്ടെങ്കിൽ പോലും അതൊരു ശരിയായ തത്വമാണെന്ന് ചിലപ്പോൾ അതിന് വിഭിന്നമായ അഭിപ്രായമുള്ളവരുണ്ടാകാം. ഞാനൊരു തർക്കത്തിനോ മറ്റു കാര്യത്തിനോ അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ പഴയ നമ്മുടെ കഥാപാത്രമായിട്ടുള്ള കായംകുളം കൊച്ചുണ്ണിനെ ഒരിക്കലും
അന്നത്തെ അതിപ്പം ശരിയായിട്ട് അയാൾ ജീവിച്ചിരുന്നാണോ അല്ലയോ എന്ന് പോലും നമുക്ക് അറിയില്ല. എങ്കിൽ പോലും ആ കഥയിലുള്ളത് അയാളെ തൂക്കിലേറ്റിയതായിട്ടാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അയാൾ സാധുക്കളെ സഹായിക്കാൻ വേണ്ടി പണക്കാരുടെ പണം കൊള്ളയടിച്ചു എന്നാണല്ലോ പറയപ്പെടുന്നത്. നല്ലവനായ മോഷ്ടാവായിരുന്നു എന്ന്. തീർച്ചയായിട്ടും അയാളുടെ ആ മാർഗവും നല്ലതായിരിക്കണം. അല്ലെങ്കിൽ അയാൾ ഒരിക്കലും അയാൾ എന്നുള്ളതല്ല, ആരായാലും നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളുടെ മാർഗവും നല്ലതായിരിക്കണം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശാന്തിയോടെ സമാധാനത്തോടെയും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്കൊരു ആവശ്യമുണ്ട് എന്ന്, നമുക്കിപ്പം വണ്ടിക്കൂലിക്ക് കാശില്ല എന്ന് കരുതിക്കൊണ്ട് വഴിയിലിരിക്കുന്ന ഭണ്ഡാരക്കുറ്റി നമുക്ക് പൊളിക്കാൻ പറ്റുമോ? അത് പാടില്ലല്ലോ. അപ്പൊ അത് കുറ്റമായി മാറിയില്ലേ? വണ്ടിക്കൂലിക്ക് ഇല്ല, കാശില്ല, നമുക്ക് പോകേണ്ടതുണ്ട്, അർജന്റാണ്, കയ്യിലുള്ള പോക്കറ്റ് അടിച്ച് പേഴ്സ് പോയി എന്നുള്ളത് ശരി തന്നെയായിരിക്കാം. പക്ഷെ എന്നേരിക്കൊണ്ട് അത് ചെയ്യാനും പാടില്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ലക്ഷ്യം മാർഗത്തെ സ്വാധീകരിക്കുന്നു എന്നുള്ള ആ ഒരു അർത്ഥം നമുക്ക് ഒരിക്കലും അതിന് കൊടുക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് അതിനല്ലാതെ നല്ല മാർഗങ്ങളുണ്ട്. സാധാരണയ്ക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ഒരു കാര്യം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ യഥാർത്ഥമായിട്ട് മനസ്സ് തുറന്ന് നമ്മൾ മറ്റൊരാളുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യായമായിട്ടുള്ള സഹായമാണേ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ ഇവിടെയും അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിനകത്തെ ഈ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഫലപ്രാപ്തി എന്ന് പറയുന്നത് തികച്ചും ന്യായമായിരിക്കണം. എനിക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും ന്യായമായിരിക്കണം. അത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിരിക്കണം. അല്ലെങ്കിൽ നമുക്കതുകൊണ്ട് കാര്യം കിട്ടുന്നില്ല. എയിൽ അതാണ് പറയുന്നത്. അപ്പോഴേ നമുക്ക് മറ്റൊരാൾക്ക് ഈ പറഞ്ഞ സന്ദേശം കൊടുക്കുന്നതിൽ അർത്ഥവുമുള്ളൂ. ഞങ്ങളുടെ എല്ലാ വ്യവഹാരങ്ങളിലും ഇത് പാലിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മളെ മറ്റുള്ളവർ നമ്മളുടെ പ്രവൃത്തി കണ്ടിട്ട് അത് ശരിയാണ് എന്ന് പറഞ്ഞ് ഒന്നെങ്കിൽ നമ്മളോട് നിർദ്ദേശങ്ങൾ തരികയോ അല്ലെങ്കിൽ നമ്മളെ കണ്ട് അത് പഠിക്കുകയോ ചെയ്യുന്നതിൽ തീർച്ചയായും നമ്മളുടെ മാർഗവും ശരി തന്നെയായിരിക്കണം. ശരി എന്നുള്ളതിനുള്ള നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ അതും നമുക്ക് ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം അതും ഒക്കെ ആപേക്ഷികമാണ്. എങ്കിൽ പോലും നമ്മളിവിടെ ഉണ്ടാക്കിയേക്കുന്ന ഈ ഒരു സമൂഹം നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന നിയമങ്ങൾ എന്നങ്ങ് വിചാരിച്ചാൽ മതി. ആ നിയമങ്ങൾ ഒരുപക്ഷെ കാലാനുസൃതമായിട്ട് ചിലപ്പോൾ അതിനകത്ത് മാറ്റങ്ങൾ വരുമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉള്ളതന്നെ അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും മാറ്റങ്ങൾ വരില്ല. പിന്നെ അതായത് കുറെ കാലം കഴിയുമ്പോൾ ഇവിടെ കൊള്ളയും കൊലപാതകവും നിയമ വിധേയമാകും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. അല്ലാത്തൊക്കെ ചെറിയ 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 മാറ്റങ്ങളൊക്കെ ഉള്ളൂ. അതൊന്നും ഒരിക്കലും ഒരു കാലത്തും ഒരു സമൂഹവും ഒരിക്കലും അതിനെ അംഗീകരിച്ചിട്ടില്ല. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് കാലാകാലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കണ്ടെത്തിയേക്കുന്ന അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് നമ്മളെ ആർജിച്ചെടുത്ത അറിവിൽ നിന്നാണ് നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്. ആ നിയമങ്ങൾക്കനുസരിച്ച് അതിന് വിധേയമായിക്കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി കഴിയുക. അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം എയെ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യമാണ്. എയുടെ ലക്ഷ്യവും അത് തന്നെയാണ്. അത് നമുക്ക് മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റുന്നതായിരിക്കണം. മറ്റുള്ളവർ നമ്മളെ കണ്ട് അതിൽ നിന്ന് പാഠം പഠിക്കാൻ ഉതകുന്നതായിരിക്കണം. അത് തന്നെയാണ് എയിലുള്ളതാണ്. അല്ലാണ്ട് നമുക്ക് എന്നാ നമുക്ക് അത്രയായിട്ട് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതൊക്കെ വ്യക്തിപരമായിട്ടും കൂടെ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് കണ്ടാക്കാം. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ലേഖനം ഇറക്കുകയോ ഒരു പാംപ്ലെറ്റ് ഇറക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇങ്ങനെ ഒരു പർപ്പസ് എന്നുള്ള ഇങ്ങനെ ഒരു ആത്മീയ വശം ഒരു സ്പിരിച്വൽ ആംഗിൾ ഇതിനുണ്ട് എന്നൊരു പറഞ്ഞിട്ടുണ്ട്. അതും ഔദ്യോഗികമായിട്ടുള്ളതല്ല. പക്ഷെ പിന്നീട് എക്കാര് കണ്ടെത്തിയ ചില കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അതിനെ വിശദീകരിക്കുമ്പോൾ ഇതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് അതിനെ വിശദീകരിക്കാം. അല്ലാണ്ട് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട് എന്നും അതിനെ പ്രത്യേകമായി വിശദീകരിക്കുന്ന ഒരു പാമ്പ്ലെറ്റ് ഒന്നും ഇല്ല. പക്ഷെ എങ്കിൽ പോലും കൂടെ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ശ്രദ്ധിക്കുന്നവർക്ക് ജീവിതത്തിൽ സന്തോഷമായിട്ട് സന്തോഷം കിട്ടിയിട്ടും ഉള്ളതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് കഴിയുന്നത്ര ശരിയായിട്ട് ജീവിക്കാൻ വേണ്ടി നമുക്ക് നോക്കണം. ഈ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും സാധിക്കുന്നില്ല എന്ന് ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായിട്ട് ഉള്ള ബന്ധം വിച്ഛേദിക്കുന്നതിനുള്ള കാരണം അത് തന്നെയാണ്. 4 അബ്സല്യൂട്ടുകളായിരുന്നു ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ അടിസ്ഥാന തത്വങ്ങൾ. നമ്മളെ കൊണ്ട് തീർത്തും പറ്റുകയില്ല. പരിപൂർണമായിട്ടും എല്ലാം കൊണ്ട് പരിപൂർണമായിട്ട് സ്നേഹവും പരിപൂർണമായിട്ട് നിസ്വാർത്ഥതയും പരിപൂർണമായിട്ട് അങ്ങനെയുള്ള പരിപൂർണതകളെല്ലാം മാത്രം വെച്ചുകൊണ്ട് നമുക്ക് നമ്മളെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പൊ അതുകൊണ്ട്
ആ പരിപൂർണതയും നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റുന്നത്? പരിപൂർണത എന്നൊരിക്കൽ പോലും നമുക്ക് സയൻസിന്റെ കണക്കിൽ പോലും നമുക്ക് ഒരിക്കലും തീർച്ചയായിട്ടും ഒരു അബ്സല്യൂട്ട് എന്നുള്ള ആ വാക്കിനെ നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ നിർണ്ണയിക്കാൻ പറ്റില്ല. അവിടെയാണല്ലോ ഈ ആവേശികത വരുന്നത്. അപ്പം തീർച്ചയായിട്ടും അവിടെയും നമുക്കത് പറ്റായികയുണ്ട്. ഇവിടെയും ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ലോകത്ത് നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ നിയമങ്ങൾ അനുസരിക്കുന്നത് അതിനനുസരിച്ച് അത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ എങ്ങനെ നമ്മൾക്ക് കൊണ്ടുനടക്കാൻ പറ്റുമോ അതുപോലെ ജീവിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ലക്ഷ്യങ്ങളിൽ പറഞ്ഞ പോലെ ഈ മദ്യാസക്തിയുടെ കാലത്ത്, അല്ലെങ്കിൽ അതില്ല അതിന് മുമ്പും മദ്യാസക്തിയിൽ നിന്ന് മദ്യാസക്തി മാറിയിട്ടില്ലെങ്കിൽ പോലും മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കാലത്ത് നമ്മൾക്ക് ഇത്രമാത്രം നമ്മൾ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ. നമ്മൾക്ക് എത്രമാത്രം നമ്മൾ ലക്ഷ്യങ്ങൾ, നമുക്ക് ഇഷ്ടം പോലെ സ്വപ്നങ്ങൾ കാണാൻ പറ്റും, ഇഷ്ടം പോലെ സംഗതികൾ പ്ലാൻ ചെയ്യാൻ പറ്റും അല്ലേ? ബിൽഡബ്ല്യുവിന്റെ കഥയ്ക്കകത്ത് തന്നെ അങ്ങനെ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതി, അതിനകത്ത് ഒരു ചെറിയ ഒറ്റ സെന്റൻസ് ഉണ്ട്, ഒപ്പിടാത്ത ചെക്ക് എന്ന് പറയുന്നത്. എടുത്ത തീരുമാനങ്ങൾ എടുത്തെങ്കിലും അത് നടപ്പിലാക്കാൻ പറ്റാതെ പോയതിനെ കുറിച്ച് അദ്ദേഹം എഴുതിയേക്കുന്ന അങ്ങനെ ഒരിക്കലും ഒപ്പിടാത്ത ചെക്ക്. എമൗണ്ട് എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിനടിയിൽ സൈൻ ചെയ്തിട്ടില്ല. ആ ചെക്ക് ബാങ്കിൽ പോയാൽ മാറുന്നില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക്, അതുകൊണ്ടാണ് പലപ്രായം ബിൽഡബ്ല്യു കുടി നിർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, മറ്റു പലരോടും സഹായം തേടുന്നുണ്ട്, പക്ഷെ അയാൾ അതിന്റെ ചുവട്ടിൽ ഒപ്പിട്ടിട്ടില്ല, അയാൾ ആ കാര്യം നിർവഹിക്കുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട്, അതായത് മദ്യാസക്തന്റെ ആ ഒരു മാനസികാവസ്ഥയെ ഇതിൽ കൂടുതൽ കൃത്യമായി പറയാൻ ആ ഒരൊറ്റ സെന്റൻസ് തന്നെ മതി, അതിന് നമുക്ക് മനസ്സിലാക്കാം. ഇത് തന്നെയാണ് നമ്മളെല്ലാവരും ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഒപ്പിടാത്ത ചെക്കുമായിട്ടാണ് കുറേ കാലം നടന്നു നോക്കിയത്. അവസാനമാണ് നമുക്കത് ഒപ്പിടാൻ തോന്നിയത്. നേരത്തെയും ഷെയർ ചെയ്ത വ്യക്തിയും അത് തന്നെ അറിഞ്ഞു, ഒപ്പിടാൻ വേണ്ടി കുറെ കാലം എടുത്തു സമയം, നമുക്ക് അതിനുള്ള പേനയും മഷിയും ഒക്കെ കിട്ടിയെടുക്കാൻ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പലതും നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. മദ്യാസക്തിയുടെ കാലത്തും മദ്യപാനത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സുബോധമാണ് എന്ന് പറയുന്ന ഒരു കാലത്ത് പോലും പലപ്പോഴും സുബോധം ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന് പരിതപിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഞാനും ആ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ്. സുബോധത്തിന്റെ കുടിക്കാതിരുന്നിട്ട് എന്താ കാര്യം? എത്രയോ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആയിപ്പോയി, ഓരോ കാര്യം ഓരോ പ്രശ്നം വരുമ്പോ ആയിപ്പോയി എന്ന് വെച്ചാൽ ഇല്ലായിരുന്നപ്പോ ഇപ്പൊ ഞാൻ പണി കാട്ടി തരായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം. അവിടെയൊന്നും ഈ സുബോധം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യം സുബോധത്തിലേക്കുള്ള ആ നല്ല ജീവിതത്തിലേക്കുള്ള ആ ലക്ഷ്യം നിർവഹിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പം ആയിരിക്കുന്നതിന് മുമ്പ്, മദ്യപാനത്തിന് മുമ്പും മദ്യപാനത്തിന്റെ കാലഘട്ടത്തിലും മദ്യപാനം നിർത്തിയിട്ടുള്ള ജീവിത കാലഘട്ടത്തിലും നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത്, അപ്പൊ ആ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ തോൽപ്പിക്കുകയോ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുകയോ എന്നുള്ളതല്ല. ഈ ലോകത്ത് ഇവിടെയുള്ള സകലമാന വിഭവങ്ങളോടും ഒപ്പം ജീവിക്കുക, ഇവിടെയുള്ള സകലമാന ജീവജാലങ്ങളോടും ഒപ്പം ജീവിക്കുക, അതേ നമ്മൾ അർത്ഥമാക്കുന്നുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് എത്രമാത്രം നിൽക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയണം. അപ്പം ധാരാളം പ്ലാനുകൾ ഉണ്ടാക്കാം, അത് നിർവഹിക്കാതെ ഓർത്തുകൊണ്ട് അതിനെപ്പറ്റി ഓർത്ത് കാര്യങ്ങൾ നടക്കാതിരുന്നതിനെ ഓർത്ത് സഹതപിക്കാം, ദേഷ്യപ്പെടാം, സങ്കടപ്പെടാം, മറ്റുള്ളവരോട് കയർക്കാം, ബഹളങ്ങൾ ഉണ്ടാക്കാം, കലഹങ്ങൾ ഉണ്ടാക്കാം. ഇതിനൊക്കെ നോക്കുക, ഇവിടെയൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് നമ്മൾ എന്ത് കാരണമായെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളിൽ മുഴുവനും വ്യക്തിപരമായിട്ടുള്ളൊരു ശുദ്ധീകരണത്തെ കുറിച്ച് പറയുന്നത്? വ്യക്തിപരമായിട്ടുള്ള ശുദ്ധീകരണമല്ലേ നടക്കുന്നത്? നമ്മളിലുള്ള മാലിന്യങ്ങൾ മാറ്റിയെടുക്കാനല്ലേ പറയുന്നത്? എങ്കിൽ മാത്രം ഇതിനു മുമ്പേ ഉണ്ടായ നിരാശകൾക്കും നമുക്കുണ്ടായ നമ്മുടെ ആത്മവിശ്വാസം തകർന്നു പോകുന്നതിനും ഒക്കെ കാരണം എന്താ? നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. പക്ഷെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ഒന്നും നടക്കാൻ സാധ്യതയുള്ളതുമായിരുന്നില്ല. സാധ്യതയുള്ള കാര്യങ്ങൾ പോലും നടത്താനുള്ള ശ്രമം നടത്തിയിട്ടുമില്ല. ആൽക്കഹോളിക്സിന്റെ ഒരു പ്രധാന സ്വഭാവത്തിൽ ഏറ്റവും പെട്ടാണല്ലോ പ്രൊക്കാസ്റ്റിനേഷൻ, നീട്ടിവെക്കുക എന്ന് പറയുന്നത്. സാധിക്കുന്ന കാര്യം പോലും ഇന്ന് ചെയ്യാൻ പറ്റാതെ നാളത്തേക്ക് ചെയ്യുക, ഇന്നത്തെ നാളത്തെയും കൂടി മറ്റന്നാളത്തേക്ക് ആക്കുക, ഈ 3 ദിവസത്തേക്കും കൂടി അതിന്റെ അടുത്ത ദിവസത്തേക്ക്, അവസാനം എടുത്താൽ പൊങ്ങാത്തോലെയാകുക. എന്നെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല, ഞാൻ എല്ലാ കാര്യത്തിലും ഒരു പരാജയമാണ്, തോൽവിയാണ് എന്ന് സ്വയം മനസ്സിലാക്കിയിരിക്കുമ്പോഴാണ് ബാക്കിയുള്ളവർ അതിന്റെ മേലെ വലിയ പഴിചാരലും കൂടെ തന്നെ. എന്തിനു കൊള്ളാം, എന്തിനു കൊള്ളാം എന്നുള്ളൊരു വാക്ക്, ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പലപ്പോഴും പറയുമ്പോൾ അതിന് വേറെ സ്വയം നിരാശയിലേക്ക് പോയിട്ട് എന്താ കാര്യക്കുന്നത്? വേറെന്ത് പറയാൻ അതിനുള്ളത്? അതാണ് പലപ്പോഴും ലക്ഷ്യം
സാധിച്ചെടുക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടായിട്ടില്ല. നമ്മുടെ 5-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഞങ്ങളുടെ പാത തികച്ചും പിന്തുടർന്നൊരുത്തൻ പരാജയപ്പെടുക വളരെ വിരളമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് അവിടെ ഒരു തികച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് തന്നെയാണ്. ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നിങ്ങൾ എത്രമാത്രം തയ്യാറാകുന്നുണ്ട്, എത്രമാത്രം നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്, എത്രമാത്രം നിങ്ങളുടെ മനസ്സ് തുറക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ട്, തീർച്ചയായിട്ടും എങ്കിൽ നിങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തും എന്ന് തന്നെയാ പറഞ്ഞത്. അപ്പൊ ആ ലക്ഷ്യത്തിന് വേണ്ടി അത് ഏതർത്ഥത്തിലും, ഒന്നാമത്തെ കാര്യം മദ്യാസക്തനെ സംബന്ധിച്ചോളം അവന്റെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞ് കുടിക്കാതിരിക്കുക എന്ന് തന്നെയാണ്. അപ്പം ആ കുടിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിനുവേണ്ടി ശ്രമിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച പല ലക്ഷ്യങ്ങളും സാധിക്കാറുമുണ്ട്. പലപ്പോഴും ഒരു പുനർപതനത്തിന് കാരണമാകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കഠിനമായി അധ്വാനിക്കുക, അല്ലെങ്കിൽ കഠിനമായി അധ്വാനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് ചെയ്യുക എന്നുള്ളതിനെ എതിർക്കുകയല്ല പറയുന്നത്. ആവശ്യത്തിലേറെ, അതായത് നഷ്ടപ്പെട്ടതെല്ലാം കൂടെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആർത്തി പിടിച്ചുള്ള അധ്വാനമില്ലേ, ആ അധ്വാനത്തെ ഉദ്ദേശിച്ചത്. നഷ്ടപ്പെട്ടതെല്ലാം കൂടെ തിരിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോഴും പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ പോകും. നമ്മൾ അധ്വാനിക്കുന്നതിന്റെ കൂലിയൊന്നും നമുക്ക് അതേപോലെ കിട്ടിക്കോണമെന്നില്ല. നമുക്ക് അധ്വാനിക്കാനേ പറ്റുള്ളൂ. അതിന്റെ കൂലി മറ്റു പലരെയും വലതിനെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ അത് കിട്ടാതെ പോകുമ്പോ എന്താ ചെയ്യുന്നത്? മറ്റുള്ളവരുടെ ദേഷ്യം തോന്നിയിട്ടോ, പക തോന്നിയിട്ടോ, വെറുപ്പ് തോന്നിയിട്ടോ, സ്വയം സഹതാപം തോന്നിയിട്ടോ, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവനായിട്ടോ ഒന്നും കാര്യം കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കണം ആദ്യം. അതിനുശേഷമാണ്, അതിനോടൊപ്പമാണ് അല്ലെങ്കിൽ ആ പ്രക്രിയയോടൊപ്പമാണ് നമ്മളുടെ മറ്റു കാര്യങ്ങളും നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അതിന് സാധ്യമാകുന്ന കാര്യങ്ങൾ പ്ലാനുകളിലേക്ക് പറ്റുന്നുണ്ട്. നമ്മുടെ സുബോധ ജീവിതം എന്ന് പറഞ്ഞ പുസ്തകത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ. 100 കാര്യങ്ങളുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, ഇന്ന് തന്നെ ചെയ്യേണ്ടത്, ഇപ്പോൾ തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ 100 കാര്യങ്ങളിൽ 1-2 കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ ഇന്ന് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ടത്. അത് മതി. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ അതിനൊരു പ്രതിഫലം കിട്ടാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ആൽക്കോളിക്സ് അനോണിമസിന്റെ അല്ലേ പടികൾ മാത്രമല്ല ഇതിനകത്തെ ഓരോ കാര്യങ്ങളും വൺ ഡേ അറ്റ് എ ടൈം എന്നുള്ള ആ മുദ്രാവാക്യം വന്നെന്തിനാ? നമ്മളെ കൊണ്ട് അതായത് നിർവഹിക്കാൻ സാധിക്കുള്ളൂ, നമുക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയുള്ളൂ. ആ ലക്ഷ്യത്തിലെത്തിയാൽ മാത്രമല്ലേ നമുക്ക് ഇന്നേ ദിവസം പ്രതിഫലവും കിട്ടുകയുള്ളൂ. ജീവിതത്തിന്റെ അവസാനം വരെ കുടിക്കുന്നില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തീരണമെങ്കിൽ നമ്മുടെ മരണത്തോടു കൂടിയല്ലേ ജീവിതത്തിന്റെ അവസാനം എത്തുകയുള്ളൂ. പിന്നെ എങ്ങനെയാണ് നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടുക? ഇന്നേ ദിവസം കുടിക്കാതിരിക്കാമെന്നുള്ള ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നേ ദിവസം ഉറങ്ങാൻ പോകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ പറയാതാ ഇന്നെടുത്ത തീരുമാനം ഞാൻ നടപ്പിലാക്കിയിരിക്കുന്നു എന്ന്. അപ്പോൾ നമുക്ക് ഇന്നേ ദിവസം ലക്ഷ്യം വെച്ച കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ കഴിഞ്ഞു. അതേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ, സാധിക്കാൻ കഴിയുന്ന കാര്യങ്ങളുള്ളൂ. അല്ലെങ്കിൽ വളരെ ചെറുതാ മരണത്തിന് വരെ എന്നുള്ളതില്ലെങ്കിൽ പോലും നമുക്ക് 2 ദിവസത്തേക്ക് കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 2-ാമത്തെ ദിവസം നമ്മുടെ കൈ കിട്ടിയിട്ടില്ലല്ലോ. ഇന്നേ ദിവസമല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നേ ദിവസം പോലും കൈ കിട്ടിയിട്ടില്ല, ഈ സെക്കൻഡേ ഉള്ളൂ, അത്രേ കിട്ടിയിട്ടുള്ളൂ. എങ്കിൽ പോലും നമ്മൾ അങ്ങനെയാണല്ലോ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഭാഷ, ഇന്നേ ദിവസം കിട്ടി എന്ന് പറയുന്നത്. നാളത്തെ കാര്യം നമുക്ക് അറിയില്ല, അതുകൊണ്ട് നാളത്തെ കാര്യം കൂടെ അറിയത്തില്ല. നാളെ കിട്ടാത്ത ദിവസത്തെ കുറിച്ച് നാളെ എങ്ങനെയാ നമുക്ക് പറയുന്നത്? ഇന്നേ ദിവസത്തെ നമ്മളെ ജീവിച്ചതിന്റെ സന്തോഷം നമുക്ക് ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മളോട് തന്നെ പറയാൻ കഴിയുമോ? ഇല്ല. നാളെ കൂടെ കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസത്തേക്ക് കുടിക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുത്താൽ അതിന്റെ ഫലപ്രാപ്തി നാളെയാ. അത് നാളെ നമുക്ക് കിട്ടുള്ളൂ. നാളെ ദിവസം നമ്മൾ ഉണരുമോ എന്ന് നമുക്ക് അറിയില്ല. നാളെ ദിവസം ഇവിടെ എന്ത് സംഭവിക്കുന്നുള്ളൂ നമുക്ക്, സുനാമി വരുമോ അല്ലെങ്കിൽ അണുബോംബ് വീഴുമോ എന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ആൽക്കോളിക്സ് അനോണിമസ് അത്രയും, ആൽക്കോളിക്സ് അനോണിമസ് ആ മുദ്രാവാക്യം ഏറ്റെടുത്തു എന്നേ ഉള്ളൂ. മഹത്തുക്കളായിട്ടുള്ള വ്യക്തികൾ അത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഇന്നേ ദിവസം എന്നുള്ള. കാരണം ഒരു ദിവസത്തേക്ക് മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ സെറിനിറ്റി പ്രയറിന്റെ ബാക്കി ഭാഗം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്തുണ്ട്, ആ കാര്യമുണ്ട്. വൺ ഡേ അറ്റ് എ ടൈം അതിനകത്ത് തന്നെ എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ഏതായാലും അത് നമുക്ക് നടപ്പിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം, നമ്മൾക്ക് കാര്യങ്ങൾ നമുക്ക് സാധ്യമാകുന്ന രീതിയിൽ നമുക്ക് ഈ ലക്ഷ്യമുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, അതാണ് നമ്മുടെ പർപ്പസ്, അതാണ്. അപ്പൊ ഈ പർപ്പസ് നമുക്ക് സാധീകരിക്കാൻ വേണ്ടി, നമുക്ക് സാധ്യമാക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. അതിന് നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ആൽക്കോളിക്സ് അനോണിമസിന്റെ പടികളിലൊക്കെ അതല്ലേ പറഞ്ഞത്, എന്തുകൊണ്ട് നമുക്ക് ലക്ഷ്യപ്രാപ്തിയിൽ എത്താൻ കഴിഞ്ഞില്ല?
ഇതിനു മുമ്പേ ഉള്ളല്ലോ നമ്മൾ പലപ്പോഴും പല പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കിയിട്ട് അത് എന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ളതിന് ന്യായീകരണം കണ്ടെത്തുകയാണോ ശരിയായ കാരണം അറിയുകയാണോ? പലപ്പോഴും അതിനൊരു ന്യായീകരണം കണ്ടെത്തിയത് മദ്യാസക്തരുടെ ഒരു പൊതുവായ മാനസിക നില അതാണ്. അവരൊരിക്കൽ പോലും അവർ കുടിച്ചതിനെ അല്ല അവർ പറയുന്നത്, മറിച്ച് രാവിലെ തൊട്ട് ബ്രാൻഡി കുടിച്ച് വൈകുന്നേരം ഒരു പഗ് റമ്മ് കുടിച്ചതാണ് എന്റെ പ്രശ്നം എന്നാ പറയുന്നത്. അല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പുറകിൽ നിന്ന് ഭാര്യയെ വിളിച്ചെന്നോ, അല്ലെങ്കിൽ അതേപോലെയുള്ള പണയം വെക്കാൻ വേണ്ടിയിട്ട് ആ വള ചോദിച്ചിട്ട് അത് കൊടുത്തില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്നത്തെ കലഹത്തിനും ബഹളത്തിനും ഈ കുഴപ്പങ്ങൾക്ക് എല്ലാത്തിനും കാരണം അതായിട്ട് വന്നത്. അല്ലാണ്ട് അയാൾ മദ്യപിച്ചു എന്നുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായെന്നും അയാൾ അമിതമായ മദ്യപാനമാണ് അയാൾക്ക് സാമ്പത്തികമായ ഞെരുക്കം ഉണ്ടായെന്നും അതുകൊണ്ടാണ് അയാൾ സാമ്പത്തികമായ ആവശ്യത്തിന് വേണ്ടി മറ്റവരെ സമീപിച്ചതെന്നും തുടങ്ങിയിട്ടുള്ള യഥാർത്ഥ കാരണങ്ങൾ കാണുന്നതിന് പകരം അയാൾ ന്യായീകരണങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. നമ്മളുടെ ജീവിതത്തിലും പറഞ്ഞ പോലെ മദ്യപിക്കുമ്പോഴും അല്ലാത്തപ്പോഴും മദ്യപാനം നിർത്തിയ കാലത്തും നമ്മൾ വിജയത്തിലെത്താതെ പോയാൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ന്യായീകരണങ്ങൾ കണ്ടെത്താനാണോ ശ്രമിക്കുന്നത് ഇപ്പോഴും? ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോഴും അത് തന്നെയാണ് ന്യായീകരണം. ആ ന്യായീകരണങ്ങൾ കണ്ടെത്താൻ ഉള്ള ശ്രമത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് 10ാമത്തെ പടിയും വെച്ചേക്കുന്നത്. ഞങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തൽ തുടർന്ന് ചെയ്യുകയും തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ഉടനെ സമ്മതിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് അത് നിരന്തരമായിട്ടുള്ളത് വേണം. 10ാം പടി ആ ഒരു ഇതില്ലേ, നമ്മുടെ പേഴ്സണൽ ഇൻവെന്ററി എന്ന് പറയുന്നത് പല രൂപത്തിൽ ചെയ്യാമെന്നും പ്രത്യേകം പറയുന്നത്. ഒരേ ദിവസം സ്പോട്ട് ഇൻവെന്ററി ഉണ്ട്, ഡെയിലി ഇൻവെന്ററി ഉണ്ട്, അല്ലെങ്കിൽ ഒരു വാർഷിക ഇൻവെന്ററി ഉണ്ട്, അർദ്ധവാർഷിക ഇൻവെന്ററി വേണേൽ നടത്താം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് സാമീപ്യത്തിൽ ഇരുന്നുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ അപ്പൊ ലക്ഷ്യത്തിലേക്ക് എത്താതെ ഇരുന്നതിന് കാരണം, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു ഗുണം കിട്ടാതിരുന്നതിന് കാരണം എന്ത് എന്നുള്ളൊരു അന്വേഷണം നടത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന് തന്നെയാണ്. കാരണം അത് നമ്മൾ നിരന്തരമായി അത് അന്വേഷിച്ചു കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് അത് യഥാർത്ഥ രൂപം കണ്ടെത്താൻ കഴിയും. 5ാമത്തെ പാരമ്പര്യത്തോട് ചേർന്ന് തന്നെ നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിന്റെ പ്രയോജനത്തെ കുറിച്ചാണ്. ജീവിതം എന്തായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ല ഇവിടെ ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ 100% ഉറപ്പിക്കേണ്ട. വിവാഹം കഴിച്ചോ കുട്ടികളുണ്ടോ എന്നുള്ളതല്ല. നമ്മൾ ഒറ്റയ്ക്കല്ല എന്തായാലും, മറ്റു കുറെ ആൾക്കാരുടെ ഒപ്പം മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ്, സമൂഹ ജീവിയാണ്. സമൂഹത്തോടല്ല, ഒരു കൂട്ടമല്ലാണ്ട് മനുഷ്യന് ഒരിക്കലും നിലനിൽപ്പില്ല. മറ്റൊരു ജീവിയെ പോലെയല്ല. മനുഷ്യന്റെ കുഞ്ഞിന് ഒരു കാരണവശാലും ഒരു മുതിർന്ന ആളുടെ സഹായമില്ലാതെ ഒരു ദിവസം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിനെ ഉറുമ്പരിച്ച് തിന്നുപോകും. മറ്റു ജീവികൾക്കൊന്നും അത്തരം പ്രശ്നമല്ല. ഉണ്ട്, ജീവികൾക്ക് പലതും ഉണ്ടെങ്കിൽ പോലും മനുഷ്യന്റെ കുഞ്ഞിനാണ് ഏറ്റവും തരത്തിൽ ഇത്രയും ദുർബലമായ ഒരു അവസ്ഥയുള്ളത്. അല്ലെങ്കിൽ അതിനെ ആ ബലഹീനമായ അവസ്ഥ ദീർഘകാലത്തേക്ക് നീണ്ടുന്നത് 1-2 വയസ്സുകാലം വരെയും അത് അങ്ങനെ നിൽക്കുന്നത്. അതിനുശേഷം പോലും എണീറ്റ് നടക്കാനും ഓടാനും ആയാൽ പോലും മനുഷ്യന് അത് പറ്റുന്നതല്ല. അപ്പൊ സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കേണ്ട മാത്രം ഒരു ജീവിയാണ്. അപ്പൊ ഈ സമൂഹത്തിൽ അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവായ നിയമങ്ങളും മറ്റു കാര്യങ്ങളും വെക്കണം. അപ്പം മറ്റുള്ളവരെ പരിഗണിക്കുകയും മറ്റുള്ളവരോട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും അത് തന്നെ. ആൽക്കഹോളിക്സ് അനോണിമസിനകത്ത് ഒരു സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് എങ്ങനെ ഈ വലിയ പ്രശ്നത്തെ നേരിടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും മദ്യാസക്തി ബ്രെയിൻ ഡിസീസ് ആണെന്നറിയാം. അതിനകത്ത് ആ ബ്രെയിൻ വളരെയധികം ശക്തമായി പ്രവർത്തിക്കാൻ, ശക്തമായ തീരുമാനങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഏറ്റവും ഉചിതം ആധുനികമായ മനഃശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചേക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടാകുക എന്ന്. തീർച്ചയായിട്ടും ആ ഒരു കൂട്ടായ്മയിൽ അവർക്ക് ഒരുപാട് അസാധ്യമായ ശേഷികൾ കൈവരുത്താൻ കഴിയും. ഇത് അറിഞ്ഞുകൊണ്ടൊന്നും അല്ല യഥാർത്ഥത്തിൽ ആദ്യകാലത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മ ഉണ്ടായതെങ്കിൽ പോലും അന്നേ അവർക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അത് നമ്മളോട് പറഞ്ഞു തന്നത് റോളണ്ട് ഗസാർഡിനോട് ഡോക്ടർ കാളിയൂങ് ആണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളെപ്പോലുള്ളവരുടെ കൂട്ടത്തിൽ ചേരാൻ. ഇതുവരെയും നിന്റെ പരിശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി അത് വിജയിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗം എന്നുള്ള മട്ടിലാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ. അപ്പം ലക്ഷ്യത്തിലെത്താതെ വഴിക്ക് വെച്ച് പരാജയപ്പെട്ട ആളോട് പറഞ്ഞു കൊടുത്തത് നിങ്ങളൊരു കൂട്ടത്തിന്റെ ഭാഗമാകാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് അയാൾ വന്ന് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഭാഗമാകുകയും അതിനെ തുടർന്ന് എബിയെ കാണുന്നതും എബിയിൽ കൂടെ ബിൽഡബ്ല്യുവിന്റെ അടുത്തെത്തുന്നതും ബിൽഡബ്ല്യു ഡോക്ടർ ബോബിനെ കാണുന്നതും ഒക്കെ വന്നപ്പം ഒരു കൂട്ടത്തിന്റെ സഹായം ഉണ്ടാകണം. അവിടെയാണ്
നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്നു പോകാൻ വളരെയധികം സഹായകരമായിരിക്കുന്നു ഒരു സംഘത്തിന്റെ ബലം. ആൽക്കഹോളിക്സ് അനോണിമസ് ഈ സംഘത്തിലോട് ചേരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ നിയമങ്ങളൊക്കെ ബാധകമാകുന്നത്. എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ഒരു നിയമവും പാലിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഒരു നിയമം പാലിക്കേണ്ട, എന്തിനാ നമ്മൾ വസ്ത്രം പോലും ധരിക്കേണ്ട ആവശ്യമില്ലല്ലോ. മറ്റൊരാളില്ലെങ്കിൽ ഇതെന്താ പ്രശ്നം ഇരിക്കുന്നത്? നമുക്ക് ഒരു അതിരുകളും ഒരു വിലക്കുകളുമില്ല. നമുക്ക് ആരുടെയും എന്തും എടുക്കാൻ, ആരുടെയെന്നില്ല, നമുക്ക് മുമ്പിൽ കാണുന്ന എന്തും എടുക്കാൻ, കാരണം അതിന് മറ്റൊരു അവകാശിയില്ല. നമ്മളൊരു സംഘത്തിലായിരിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം മറ്റ് അവകാശികൾ ഉണ്ടാകുന്നത്, മറ്റു വ്യക്തികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങളോട് സംരക്ഷിക്കേണ്ടി വരുന്നത്. അവർക്കും അവരുടേതായ ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ മാനിക്കേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു കൂട്ടമാണ്. അത് വ്യക്തികൾ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ മദ്യാസക്തർ എന്നുള്ള അർത്ഥത്തിലല്ല, അല്ലേലും നമ്മളൊരു കൂട്ടമാണ്. ആ കൂട്ടത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ടേ, കൂട്ടമായി നിന്നുകൊണ്ടേ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഏത് പ്രശ്നത്തെയും നമുക്ക് അതിജീവിക്കാൻ കഴിയുള്ളൂ. മദ്യാസക്തരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പറഞ്ഞത് അവർ മാനസികമായി തന്നെ വളരെ ദുർബലരായിരിക്കുന്നതാണ്. വളരെ നിസ്സാരമായ കാര്യത്തിൽ പോലും അവർ വിയോജിപ്പ് കാണിക്കുകയും കലഹിക്കാനും സാധ്യതയുള്ളവരാണ്. യാതൊരു കുഴപ്പവും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറെ കാലമായിട്ട് വാക്കി സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് നടന്നിരുന്നവരാണ്. മദ്യം എന്ന് പറയുന്ന ആ വാക്കി സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ലാതെ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടപ്പോൾ അവര് തീർത്തും നടക്കാൻ പറ്റാത്ത ദുർബലരായി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു സംഘബലം ആവശ്യമുണ്ട്. ആ സംഘബലത്തിനകത്ത് വരുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരെ മാനിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ മാനിക്കുന്നതുകൊണ്ടൊപ്പം നിൽക്കുമ്പോൾ നമുക്ക് ഒരു കൃത്യമായി നമ്മൾക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ, അല്ലെങ്കിൽ നമ്മളെ പ്രവൃത്തികൾ ഫലപ്രദമാകാനുള്ള സാധ്യതയും കൂടുതലായിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ നോക്കുക, നമ്മൾ ഈ ഒരു പരിശ്രമം, നമ്മൾ ഒരുപാട് പരിശ്രമം നടത്തുമ്പോൾ നമ്മളെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിയില്ലെങ്കിൽ നമുക്ക് അതിന് കടുത്ത നിരാശ ഉണ്ടാകാറുണ്ട്. കടുത്ത നിരാശ ഉണ്ടാകാൻ തീർച്ചയായിട്ടും എല്ലാ പരിശ്രമങ്ങളും നമ്മൾ വിജയിച്ചോളണമെന്നൊന്നുമില്ലല്ലോ. ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിലല്ലേ വിജയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് നിരാശപ്പെടുന്നതിന് കാര്യമില്ല. അതേപോലെ മറ്റൊരു കാര്യം, മറ്റുള്ളവർ നമ്മൾക്ക് നിരാശപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ശ്രമിച്ചിട്ട് വിജയിക്കാൻ പറ്റാത്തത് മറ്റുള്ളവർ വിജയിക്കുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യമോ പിന്നെ വിരോധമോ വെറുപ്പോ അസൂയയോ പകയോ അങ്ങനത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും ഇതൊക്കെ എന്തിനാ നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിനകത്ത് ഇത് പറയണം. നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ലക്ഷ്യവും മാർഗവും ശുദ്ധമായിരിക്കേണ്ടതുണ്ട്. നമ്മളോട് എന്താ ഡോക്ടർ ബോബിന്റെ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് പറയുന്നത്? അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ക്ലീൻ ഹൗസാ പറയുന്നത്, നമ്മുടെ ഉള്ളു വൃത്തിയാക്കണമെന്നുള്ളത്. ആ ഉള്ളു വൃത്തിയാക്കുമ്പോൾ ഇതെല്ലാം ചെയ്യണം. ഇതെല്ലാം ഇത്തരത്തിലുള്ള നെഗറ്റീവായുള്ള കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളൊക്കെ അടിച്ചു തൂത്ത് വാരി കളയേണ്ടതുണ്ട്. അപ്പൊ അവിടെ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് നമ്മളെ തടസ്സമായി നിൽക്കുന്നത് ഇതൊക്കെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ എത്രമാത്രം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ വിജയത്തിലോ നമ്മുടെ തന്നെ പരാജയത്തിലോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ? അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിജയത്തില് പിന്നെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? രണ്ടും ഉണ്ടല്ലോ. മറ്റുള്ള വിജയത്തിൽ നമുക്ക് അവരോട് ദേഷ്യമോ പകയോ വെറുപ്പോ അസൂയോ തോന്നുന്ന പോലെ തന്നെ നേരെ തിരിച്ചുള്ളൊരു വികാരമുണ്ടല്ലോ. നമുക്ക് അവരെ ഉൾക്കൊള്ളാനോ അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അവർ നന്നായി നേടി എന്നുള്ളത് കൊണ്ടോ നമുക്ക് അവരുടെ മാർഗം നമുക്ക് വേണമെങ്കിൽ പിന്തുടരാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ. അവരെങ്ങനെയാണ് ജയിച്ചതെന്നുള്ളത്. ഈ പർവ്വതാരോഹകരൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അവർ മുൻപേ പോയ വഴികൾ അവർ മാർക്ക് ചെയ്യുകയും അതിൽ കടന്നു പോകാനുള്ള പലതരത്തിലുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നേക്കുന്നത്. അല്ലെങ്കിൽ ആദ്യമായി കയറുന്നവരാണെങ്കിൽ ഒരു കൂട്ടം മുമ്പേ കയറി പുറകെ ഉള്ളവർക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള കുറ്റികളും കയറുകളും ഒക്കെ അതിനകത്ത് അടിച്ച് സ്ഥാപിച്ചിട്ടാണ് അവർ കയറി പോകുന്നത്, വളരെ കഷ്ടപ്പെട്ട് പുറകെ ഉള്ളവർക്ക് കയറി വരാൻ വേണ്ടി. അപ്പൊ മുൻപേ പോകുന്നവര് അവരവരുടെ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്കൊരു പാഠമാക്കി എടുക്കാമല്ലോ. നമ്മൾക്ക് ജീവിതം വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ കാര്യമായിട്ട് നമുക്ക് എടുക്കത്തില്ലേ? അതേപോലെ തന്നെ ആയിക്കോട്ടെ, മറ്റൊരു കാര്യമാണ്, നമ്മൾ മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് നീ എങ്ങനെയായിരിക്കണം, നിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും, എങ്ങനെയാകാൻ പാടില്ല, അല്ലെങ്കിൽ ഇതുപോലെ മെച്ചപ്പെടുത്തണം എന്ന് നമ്മൾ പറയുന്നുണ്ടോ? ആ കാര്യം മിക്കവാറും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. എല്ലാവർക്കും ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കാനോ
അവരുടെ മേലെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനോ അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള കുറുക്ക് വഴികളും ടിപ്സും ഒക്കെ കൊടുക്കാനും ഒക്കെ വളരെ കേമന്മാരും മിടുക്കന്മാരുമാണ്. പക്ഷേ നമ്മുടെ കാര്യം, സ്വന്തം കാര്യം വരുമ്പോൾ ഇതിനെയൊക്കെ അവഗണിക്കുകയോ അതിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നോ ഇതൊന്നും അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് ചെയ്യേണ്ട നാളെ ചെയ്യാമെന്നോ വെച്ച് അതിനെ മാറ്റി വെക്കുകയോ ഒക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള സൂത്രക്കാരാണ് അവരിൽ പലരും. അപ്പം അതും അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവർക്ക് നമ്മൾ നിർദ്ദേശം കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കും അത് അത് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ നോക്കട്ടെ, നമ്മൾ ലക്ഷ്യങ്ങൾ നേടാൻ നേരത്തെ പിന്നെ ഷെയർ ചെയ്ത സുഹൃത്ത് പറഞ്ഞ അദ്ദേഹം ഒരുപാട് പ്രാവശ്യം പ്രാർത്ഥനയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും പറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതും ആലോചിച്ചപ്പം പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കലാപരിപാടികൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയിട്ടോ. അധ്വാനിക്കുന്നതിന് പകരം അദ്ദേഹത്തിനെ ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഇനി അങ്ങനെ തെറ്റിദ്ധരിച്ചേക്കല്ല, അദ്ദേഹം അധ്വാനിച്ചില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ഞാൻ പൊതുവായ ഒരു കാര്യമാണ്. അതായത് പ്രാർത്ഥനകളിലൂടെയോ ആഭിചാര ക്രിയകൾ കൂടി നടത്തിക്കൊണ്ടോ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ, ഇതൊക്കെ പണ്ട് കാലത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ലക്ഷ്യം നേടാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയാണല്ലോ ഒരുപാട് മന്ത്രവാദികളും തന്ത്രവാദികളും ഒക്കെ വന്നത്. ആഭിചാരവും കൂടോത്രവും അതുപോലുള്ള സകലമാന പരിപാടികളും ചെയ്യാൻ. അപ്പൊ നമ്മൾ സ്വയം പ്രാർത്ഥിച്ചിട്ട് നോക്കുക. ഞാൻ ഒരിക്കലും അലനോൺ ഷെയറിങ്ങിനകത്ത് ഒരിക്കലും ഒരു സ്ത്രീ പറയുന്നത് കേട്ടതാണ്. അവരവരുടെ ഭർത്താവിന്റെ സാമ്പത്തിക പ്രശ്നം മറികടക്കുന്നതിന് വേണ്ടി ലോട്ടറി ടിക്കറ്റ് എടുത്തു വെച്ച് അവരുടെ പൂജാമുറിയിൽ വെച്ച് ദിവസവും പൂജിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. കാരണം എങ്കിലെങ്കിൽ അവര് നല്ല കാര്യമായിരുന്നു, അവരുടെ നല്ലൊരു ലക്ഷ്യമുണ്ടായിരുന്നു. കാരണം ഇങ്ങേര് ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഇയാൾ കുടിക്കുന്നതെന്ന് കേട്ടപ്പോൾ, എന്നാൽ അയാളുടെ സാമ്പത്തിക പ്രതിസന്ധി ഇങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതേ ഉള്ളൂ. രണ്ടുപേരും ജോലിക്കാരാണ് എങ്കിൽ പോലും അവർക്ക് ഇപ്പോൾ ഒരുപാട് പണം എടുത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ BF-ന്ന് ലോൺ എടുത്തുകൊണ്ട് അവർക്ക് കൊടുത്തിട്ടൊന്ന് സഹായിക്കാൻ പോയാൽ അവരുടെ കഞ്ഞുകൂടി മുട്ടും. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏക പണി ലോട്ടറി ടിക്കറ്റ് എടുക്കുക എല്ലാ ദിവസവും. പക്ഷെ അവര് പറഞ്ഞു അതിന് അത് മുടക്കുമുതല് അന്ന് ഏതാണ്ട് 20 രൂപയുടെ ടിക്കറ്റാ, അതിന് 20 രൂപ പോലും അവർക്ക് ഒരിക്കലും അടിച്ചിട്ടും ഇല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നോക്കിയാൽ നമ്മൾ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അധ്വാനിക്കുന്നതിന് പകരം, ന്യായമായ രീതിയിൽ അധ്വാനിക്കുന്നതിന് പകരം നമ്മൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കലാപരിപാടികൾ ആണോ ചെയ്യുന്നതെന്ന്. പ്രാർത്ഥിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ എല്ലാം ഇങ്ങനെയാണല്ലോ. കള്ളനും കളക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടല്ലേ പോവുക. എല്ലാ കള്ളന്മാരും മിക്കവാറും അങ്ങനെയാക്കുന്നത്. അവരിഷ്ടപ്പെട്ട ദേവന്റെ മുമ്പിൽ നേർച്ച കൊടുക്കാനോ പ്രാർത്ഥിക്കും. ഈ പോകുന്ന വഴിക്ക് നല്ലൊരു മുതൽ കൈ കിട്ടണേ, പോലീസ് പിടിക്കരുത്, പട്ടി കടിക്കരുത്, നാട്ടുകാർ ഓടിക്കരുത്, ഒട്ടകൻറ്റി വീടരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്കും ഉണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ഇതൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ അവരും പോകുന്നത്. അപ്പം പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടോ, പ്രാർത്ഥന മോശമെന്നല്ല, ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള മാർഗം മോശമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും അത് ഉചിതമായ ഒരു തീരുമാനമല്ല. അറിയാതെ പലപ്പോഴും ഇത്തരം വന്നിട്ടുണ്ട്. അത് കാരണം മദ്യപാനികളായിട്ടുള്ളവരും അവരുടെ കുടുംബാംഗങ്ങളും പലപ്പോഴും ഇങ്ങനെയായിരിക്കും. കാരണം അതുകൊണ്ടൊന്ന് നോക്കാന്നുള്ള തീരുമാനം എടുത്തു പോയതാണ്. അല്ലാണ്ട് അവരൊന്നും മനഃപൂർവ്വം അത്തരം ആൾക്കാരൊന്നും ആയിട്ടല്ല, അവരൊക്കെ അങ്ങനെ ആകുന്നതാണ്. അപ്പൊ അതും അവരുടെ കാര്യങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മറ്റൊരു കാര്യം, മറ്റുള്ളവര് ഒരു കൂട്ടമായി നിൽക്കുന്നത്, ഒരു കുടുംബമായിക്കോട്ടെ, ഒരു ജോലി സ്ഥലത്തായിക്കോട്ടെ, മറ്റുള്ളവർ ലക്ഷ്യം നേടുമ്പോൾ അത് നമ്മൾ അലസത കാണിക്കാനുള്ള ഒരു ഭാഗമായിട്ട് നോക്കണോ? കൂട്ടത്തിലുള്ള ആൾക്കാർ അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ജോലി കൃത്യമായി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് ഞാൻ അതിനെ എടുക്കുന്നുണ്ട്. പലപ്പോഴും അത് കാണുന്ന ഒരു കാര്യമാണ്. അതൊക്കെ നമ്മുടെ ഭാഗത്തൊന്ന് പുറകോട്ട് നിൽക്കുക. ഏതായാലും മറ്റൊരു ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ കൂട്ടത്തിൽ പതുക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മേലനങ്ങാതെ നിന്ന് നോക്കുക. വേർപ്പിന്റെ അസുഖമുള്ളവരെ പോലെ നിൽക്കുക. അവര് മറ്റുള്ളവർ ജോലി ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനും അതിന്റെ പ്രതിഫലം നമ്മൾക്കും കൂടെ കിട്ടുന്ന തരത്തിൽ അത് നമ്മൾ ആ രീതിയിലുള്ള ഒരു സമീപനം, നോക്കുകൂലി മേടിക്കുന്നത് പോലെയുള്ള ആ ഒരു രീതി. അപ്പം ഇവിടെ ഒന്നും രാഷ്ട്രീയമൊന്നും ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കൊണ്ട് അങ്ങനെയൊന്നും തെറ്റിദ്ധരിച്ചേക്കരുത്. അപ്പൊ ഇവിടെ അത്തരത്തിലുള്ള മറ്റുള്ളവർ ജോലി ചെയ്യുമ്പോൾ ഉണ്ട്. പിന്നെ തന്നെ ഞാൻ വീട്ടിലുള്ള കാര്യങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ. എല്ലാം വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിച്ചോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അത് ഓരോരുത്തർക്കും വിഭജിച്ച് കൊടുത്തേക്കുന്നതാണ്. സ്ത്രീകൾക്ക് മാത്രമേ അവിടെ പാത്രം കഴുകാൻ പാടുള്ളൂ, സ്ത്രീകൾ മാത്രമേ മേശ തുടയ്ക്കാൻ പാടുള്ളൂ, സ്ത്രീകൾ മാത്രമേ തുണി അലക്കാനോ അല്ലെങ്കിൽ മുറ്റവും അതൊക്കെ അല്ലെങ്കിൽ പെരയുടെ തറയും ഒക്കെ ക്ലീൻ ആക്കാനും ഒക്കെ പാടുള്ളൂ, ടോയ്ലറ്റ് ക്ലീൻ ആക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ തന്നെ പുരുഷന്മാർ എഴുതി വെച്ചേക്കുന്ന കുറെ നിയമങ്ങളുണ്ട്. മറ്റേ അല്ലെങ്കിൽ നാണക്കേടാണെന്നുള്ളതോ അല്ലെങ്കിൽ ഐശ്വര്യം കിട്ടുകയെന്നൊക്കെ പറഞ്ഞിട്ടാണ് പാവം പെണ്ണുങ്ങളെ പറ്റിച്ചത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മറ്റുള്ളവർ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ആ കാര്യത്തിൽ മിടുക്കന്മാരാണ്, കഴിവുള്ളവരാണ്.
അവർ ചെയ്താലേ അത് വൃത്തിയാവുള്ളൂ. അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയാണ്. ഇനിയിപ്പോ ഞാൻ ചെയ്തിട്ട് അത് മോശമാകണ്ട, ഏറ്റവും നന്നായിട്ട് തിളങ്ങി നിൽക്കുന്ന ഈ തറ ഞാനായിട്ട് ഇനിയിപ്പോ ചെയ്തിട്ട് അത് തെറ്റിപ്പോകണ്ട എന്ന് പറഞ്ഞിട്ട് സൂത്രവിദ്യകളും കുറുക്ക് വഴികളും ഒക്കെ നമുക്ക് സ്വീകരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട്, എത്രമാത്രം അതിനുവേണ്ടി കഠിനമായി തന്നെ പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഒരിടത്ത് മാത്രം കിടക്കുക അല്ല, നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയല്ല വേണ്ടത്, മറിച്ച് അത് നിരന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്വാമി വിവേകാനന്ദൻ്റെതായി പറയപ്പെടുന്ന ഒരു വാചകമുണ്ട്: ക്ഷേത്രത്തിൽ കിടന്ന് ജനിക്കാൻ, ക്ഷേത്രത്തിൽ കിടന്ന് മരിക്കരുതെന്ന്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം അന്വേഷിച്ചുള്ള നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട്, അതായത് ആരാധനകളും ആചാരങ്ങളും ഒക്കെ ആവാം, പക്ഷെ അതിൽ തന്നെ നിൽക്കരുത്. ക്ഷേത്രത്തിൽ തന്നെ, ആ ക്ഷേത്രത്തിൽ കൊണ്ട് തുടങ്ങുക, പക്ഷെ ക്ഷേത്രത്തിൽ കിടന്ന് മരിക്കരുത് വെച്ചാൽ ജീവിതത്തിന്റെ അവസാനം അവിടുന്ന് മുന്നോട്ട് പോകാതെ, കൂടുതൽ അറിവ് നേടാതെ അവിടെ തന്നെ നിന്നു പോകരുത്, ആ തുടക്കം കിട്ടിയോടത്ത് തന്നെ നിൽക്കരുത് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ഈ ശ്രമത്തിന്റെ ഇടയ്ക്ക് നമുക്ക് എന്തോ ഒന്ന് കിട്ടിയോടത്ത് അവിടെ തന്നെ നിൽക്കും, അല്ലെ ഇപ്പം കിട്ടിയത് മാത്രം അത് ലാഭം, ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി പോകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കുള്ള ശരിയായ കഴിവുകൾ ഉപയോഗിക്കാതെ, നമ്മുടെ ശേഷി നമ്മൾക്ക് പൂർണ്ണമായി ഉപയോഗിക്കാതെ അങ്ങനെ തന്നെ നിന്നു പോകാറുണ്ട്. അതും പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയൊന്നും ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടല്ല, അത് എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് ഇപ്പൊ എക്കാർക്ക് പ്രത്യേകമായ അങ്ങനെ ഒരു ലക്ഷ്യമൊന്നുമില്ല. പക്ഷേ എക്കാർക്ക് അത് അങ്ങനെ ഒരു കാര്യം പറയാൻ കൂടുതൽ അതിന് കാരണമായി പറയുന്നത് വെച്ചാൽ അവരൊരുപാട് കാലമായിട്ട് ലക്ഷ്യമില്ലാതെ ചെതറിപ്പോയവരാണ്. ലക്ഷ്യബോധം ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും ചെതറിപ്പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ കുടുംബത്തോടോ അവരുടെ ജോലി സ്ഥലത്തോടോ അവരുടെ സമൂഹത്തോടോ ഒക്കെ ബന്ധങ്ങൾ വിച്ഛേദിച്ച പോലെ, അല്ലെങ്കിൽ തന്നെ മുറിഞ്ഞു പോയ ബന്ധങ്ങളുമായി സ്വയം ഉണ്ടാക്കിയ നിരാശയുടെ ആ പടുകുഴിയിൽ ജീവിച്ചിരിക്കുന്നവരാ ഒരിക്കലും. അതുകൊണ്ടാണ് അവര് അവിടുന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എത്രമാത്രം കഠിനമായി ശ്രമിക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് ലക്ഷ്യബോധം ഉണ്ടാകണമെന്നുള്ളത്. അതുകൊണ്ടാണ് അതിന്റെ പടികളൊക്കെ ഇത്തരത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത ശൈലിയിൽ ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നതിന് കാരണവും അത് തന്നെയാണ്. അത് വേണം, അതില്ലെങ്കിൽ നമുക്ക് മുന്നോട്ടൊരിക്കലും പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ്. കാരണം ഇത് അത്രമാത്രം സൂത്രശാലിയും ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നതിനും ശക്തനുമാണ്. അത്തരം വലിയൊരു ശത്രുവിനോടാണ് നമ്മൾ ഏറ്റുമുട്ടേണ്ടത്. അതിനോട് ഏറ്റുമുട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കരുത്തുള്ളവരായിരിക്കണം, നമ്മൾ സംഘബലമുള്ളവരായിരിക്കണം, നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള കഠിനമായ ശ്രമങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. നമ്മൾ ഇവിടുന്ന് ഈ ലോകത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമല്ല പറഞ്ഞിരിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടിട്ട് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല. സാക്ഷാൽ ബുദ്ധനോട് വരെ അങ്ങനെ ചോദിച്ചു എന്നാ പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ. ജ്ഞാനം കിട്ടി തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ എന്തിനാ പോയെന്ന് പറഞ്ഞാൽ, അപ്പൊ ഇങ്ങനെ തപസ് ചെയ്യാനും ജ്ഞാനം കിട്ടി എന്ന് പറഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാ ഈ പണിയൊക്കെ ഇവിടെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു എന്ന്. ബുദ്ധനെ മറുപടി പറഞ്ഞില്ല എന്നല്ലോ, ആരും അത് കേട്ടോണ്ട് അവിടെ ഇരിപ്പില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കഥ ബുദ്ധനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഇവിടെ കൊട്ടാരമുണ്ട്, ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, ഇഷ്ടംപോലെ വലിയ പൂന്തോട്ടമുണ്ട്. അതിന്റെ ഉള്ളിലെ ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിരുന്ന് സുഖമായിട്ട് ധ്യാനിക്കത്തില്ലായിരുന്നോ? ഒന്നുമല്ലേലും ഭാര്യയ്ക്ക് പറയാം, എനിക്ക് എന്റെ ഭർത്താവിനെ കണ്ടുകൊണ്ടിരിക്കായിരുന്നു, നിങ്ങളുടെ മകൻ അതിന്റെ അച്ഛനെ കണ്ടുകൊണ്ടിരിക്കായിരുന്നു, രാജ്യത്തെ പ്രജകൾക്ക് രാജകുമാരനെ കാണാമായിരുന്നു, അറിയാമായിരുന്നു. നിങ്ങൾ ഇതെല്ലാം ഇട്ടേച്ച്, അതായത് സ്വന്തമായ ഇവിടെ ജീവിക്കാൻ വേണ്ട ആവശ്യത്തിൽ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കേണ്ട ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടിയത് എന്തിനേ എന്ന് ചോദിച്ചു എന്നാ പറഞ്ഞത്. അപ്പം ഇവിടെ നമ്മുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ, നല്ല ലക്ഷ്യത്തിന് വേണ്ടി പോകുമ്പോൾ നമ്മൾ അതിന്റെ ശരിയായ വഴിയിൽ കൂടെ തന്നെ പോകണം. അതാ പറഞ്ഞ മാർഗവും കൂടെ കുറച്ചുകൂടെ നന്നായിരിക്കണം. അല്ലാണ്ട് നമ്മൾ എന്തിൽ നിന്ന് ഒളിച്ചോടിയിട്ട് പോവുക എന്നുള്ള അർത്ഥം ഒരിക്കലും ആക്കുന്നില്ല. നമ്മൾ ഈ ലോകത്തിന്റെ ഭാഗമാണ്. മഹാനായ ഹെങ്കലിനൊരു വാക്യമുണ്ട്: നമ്മൾക്ക് ചുറ്റും ഒരു ലോകമുണ്ട്, അതാണ് നമ്മളുടെ പ്രശ്നം എന്ന്. ചിന്തകനായിരുന്ന ഹെങ്കൽ അതാ പറഞ്ഞേക്കുന്നത്. നമുക്ക് ചുറ്റും ഒരു ലോകമുണ്ട്, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല. ഇവിടെയുള്ള സകലതിനോടും സംവദിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ കൂടത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടക്കേണ്ട, അല്ലാണ്ട് ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടോ ഇതിനെയെല്ലാം പുറന്തള്ളിക്കൊണ്ടോ ഇതല്ല ഞാനിവിടെ അല്ല, ഇവിടെ ആകേണ്ടവനല്ല എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഇവിടുന്ന് മാറിപ്പോയി ജീവിക്കുകയല്ല വേണ്ടത്. മറിച്ച് ഇതിനോടൊപ്പം ജീവിക്കുക. ഈ ലോകത്ത് ഒരുപാട് മറ്റ് ജീവജാലങ്ങളുണ്ട്, മനുഷ്യനടക്കമുള്ള മറ്റ് ജീവജാലങ്ങൾ ഒരുപാട് പേരുണ്ട്, അവരോടൊപ്പം ഉണ്ട്. അവർക്കൊക്കെ ജീവിതത്തിന് ഓരോ ലക്ഷ്യമുണ്ട്.
അവരും അവരുടേതായ അവർക്കൊക്കെ പ്രകൃതി കൊടുത്തേക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. അവരതിനുവേണ്ടി അവർ ജീവിക്കുന്നത്. മനുഷ്യൻ മാത്രമാണ് ബുദ്ധിപൂർവ്വം അവരുടെ ലക്ഷ്യങ്ങൾക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ട് പുതിയ നേട്ടങ്ങളും പുതിയ ആസ്വാദന കാര്യങ്ങളും ഒക്കെ അവർ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റു ജന്തുക്കൾക്കൊക്കെ അവർക്കുള്ള ആ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. ജന്മവാസനകൾ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവരെല്ലാം അധികമായ ബുദ്ധി ഉപയോഗിച്ചിട്ടൊന്നല്ല അവർ ജീവിക്കുന്നത്. പക്ഷേ മനുഷ്യൻ മാത്രം ജന്മവാസനയ്ക്ക് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അവന്റെ ജന്മവാസനകളെ സബലീകരിക്കാൻ വേണ്ടി പുതിയ പുതിയ സംവിധാനങ്ങൾ കണ്ടെത്തുന്നു. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തിനോടൊപ്പം ജീവിക്കുകയും അവർക്കും സന്തോഷകരമായിട്ട് ജീവിക്കുക, അല്ലാണ്ട് നമ്മൾ മാത്രം സന്തോഷിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ടല്ലേ പറഞ്ഞ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ് നമ്മളെ വളരെ മഹത്തായ ഒരു ആപ്തവാക്യം കിടക്കുന്നത്. ലോകത്തിലുള്ള സകലതിനും സുഖം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യവും അത് തന്നെ ആയിരിക്കട്ടെ. നമ്മുടെ ലക്ഷ്യം എല്ലാവർക്കും സുഖമായിരിക്കട്ടെ, എല്ലാവർക്കും ശാന്തി ഉണ്ടാകട്ടെ, എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. അതിനോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മൾക്കും ആ ശാന്തിയും സമാധാനവും സുഖവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കാൻ, അല്ലാണ്ട് ഞാൻ മാത്രം എല്ലാം കിട്ടിക്കൊണ്ട് എനിക്ക് മാത്രം എല്ലാം ലഭിച്ചുകൊണ്ട് എനിക്ക് മാത്രം മതി എന്നുള്ള അർത്ഥത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും നമ്മളുടെ ജീവിതം സന്തോഷകരമായിരിക്കില്ല. കാരണം ആ ഒരു ലക്ഷ്യം ഒരിക്കലും സബലീകരമാകുകയില്ല. അവിടെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് വിയോജിപ്പുണ്ടാവും, പലതിനോടും വെറുപ്പുണ്ടാവും, പലതിനോടും അസൂയ ഉണ്ടാകും, പലതും വെട്ടിപ്പിടിക്കാനും നേടിയെടുക്കാനും കവർന്നെടുക്കാനുമുള്ള ചിന്തകൾ നമുക്കുണ്ടാകും. മറിച്ച് എല്ലാവർക്കും ശാന്തി ഉണ്ടാകട്ടെ, എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ, എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ എന്ന ആ ഒരു ലക്ഷ്യം, ആ ഒരു ചിന്തയോട് കൂടിയാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടക്കുന്നെങ്കിൽ നമുക്ക് ഈ വക പറഞ്ഞ കാര്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സന്തോഷത്തോടെ പോകാൻ. തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസും അത്തരത്തിലുള്ള കാര്യമാണ് വച്ചേക്കുന്നത്. അതിന്റെ ലക്ഷ്യം തന്നെ നമ്മൾ എപ്പോഴും പറയുന്നില്ല, ആൽക്കഹോളിക്സ് അനോണിമസ് തീർത്തും സെൽഫിഷ് ആണ് എന്ന് പറയുന്നുണ്ടല്ലോ. അത് സെൽഫിഷ് ആകാൻ സാധാരണ അല്ലേ, സ്വാർത്ഥത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ അത് ബുദ്ധിമുട്ടുണ്ടാകാത്തതിന് കാരണം ആ സ്വാർത്ഥത എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്വന്തം കാര്യം എങ്ങനെയാണ് നമ്മൾ നേടുന്നത്, മറ്റൊരാളെ സഹായിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അത് ഈ സമൂഹത്തിനോ മറ്റു വ്യക്തികൾക്കോ ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് മറ്റൊരാളെ സഹായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം സഫലമാക്കിയെടുക്കുന്നു. അതുകൊണ്ട് ആർക്കും അത് ആൽക്കഹോളിക്സ് അനോണിമസ് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത തോന്നുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരെ കൂടെ കൈപിടിച്ചുകൊണ്ട് അവർ നമ്മളെയും കൈപിടിച്ചുകൊണ്ട് നമുക്ക് സന്തോഷകരമായ ഒരു യാത്ര തീർച്ചയായിട്ടും നമുക്ക് അതിനെല്ലാവർക്കും കഴിയട്ടെ. ഇത്രയും ഈ ഇന്നത്തെ ഞാൻ ഈ വിഷയം ഒരു ചെറിയ വിഷയമാണ്, ഒരുപാട് നേരം കൊണ്ട് സംസാരിക്കേണ്ടി വന്നില്ല. ഏതായാലും ഇത്രയും നേരം എന്നെ കേട്ടുന്ന എല്ലാ സഹോദരങ്ങൾക്കും നന്ദി പറയുന്നു. ഇതിനോടൊപ്പം ഇതിന് അവസരം തന്ന ജ്വാല ഗ്രൂപ്പിനോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സഞ്ജിത്.